നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടന്റെ വീഡിയോ ഇട്ടപ്പോൾ ആ ചേട്ടന്റെ ഭാഗം മാത്രം കേട്ടിട്ട് നമ്മൾ ഭയങ്കര ഇതിൽ സങ്കടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലേ, ആ ചേട്ടൻ എന്തിനാ വിട്ടിട്ട് പോയെന്ന് ഓർത്തിട്ട്. പക്ഷെ ഇപ്പൊ ആ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ട് ആ ചേച്ചി ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കട്ടോ. എന്നിട്ട് ആരുടെ ഭാഗത്താ ന്യായം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാ. അവരുടെ ലൈഫാണ്, അവരെടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്. വാട്ട് എവർ പറയാനുള്ള കൂടി നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് പ്രായമായ ഒരു മോളുണ്ട്. ഞാൻ പോയാൽ എന്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല. സെക്സ് പരമായിട്ടാണേലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നും കൂടി നാറ്റിക്കാവല്ലോ, അതിന്റെ പേരിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരാളെ തേച്ചിട്ട് പോവാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ. ഈ 14 വയസ്സുള്ള മോനെയും ഈ 7 വയസ്സുള്ള മോനെയും കൂടി ഞാൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്റെ സുഖങ്ങൾ മാത്രം തേടി പോവുകയാണെങ്കിൽ എന്ന് വെച്ച് വേറെ ആളുടെ കൂടെ പോയതല്ല. എന്റെ അച്ഛനും ആങ്ങളെയുണ്ട്, അവരുടെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ്ട് എന്റെ കൂടെയുള്ള സോണി എന്ന് പറയുന്ന ചേച്ചിയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. തമ്പി എന്ന് പറയുന്ന ചേട്ടന്റെ ഭാര്യ എന്നെ തേച്ചിട്ട് പോയി എന്ന് ഒരു ചേട്ടൻ അലമുറയിട്ട് കരയുന്നൊരു വീഡിയോ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് കണ്ടാണ്. അപ്പം അതിനകത്ത് ഒരുപാട് പേര് വന്നൊരു കമന്റ്, ഒത്തിരി പേരിട്ട കമന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ഭാഗം മാത്രം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു, മറ്റൊരാളുടെ ഭാഗം എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. എന്തായാലും ആ സ്ത്രീയെ, ആ സഹോദരിയായ ചേച്ചി എന്തായാലും ഇവിടെ നിർത്തുന്നു. ചേച്ചി ആ വീഡിയോ കണ്ടിരുന്നോ? കണ്ടിട്ടാണ് വിളിച്ചത്. എനിക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് പറയാനുള്ളത്? കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയാനായിട്ട്, ഞാൻ അയാളെ കളഞ്ഞിട്ട് പോയതല്ല. ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു, സത്യമാണ്. സർജറിയുടെ ഭാഗമായിട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ. എന്റെ ഈ മോനുമായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ. മോന് അവിടെ വെച്ച് ഒരുപാട് മദ്യപിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നെ നോക്കാൻ വന്നിരുന്ന ഒരു അമ്മേനെ അടിക്കുകയൊക്കെ ചെയ്ത് സർജറി കഴിഞ്ഞ് വന്നിട്ടാണേലും അതിന് മുമ്പാണേലും എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ പേരിലാണ് നമ്മൾ 2 ആഴ്ച അവിടെ അഡ്മിറ്റ് ആവേണ്ടതിന്റെ പേരിൽ നമ്മള് 3 ദിവസം കൊണ്ട് ഡിസ്ചാർജ് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുമായിരുന്നു. ഞാൻ പോകുന്നത് വേറൊരു ആണിന്റെ കൂടെ പോയതല്ല. എന്റെ അച്ഛനുണ്ട്, എന്റെ ആങ്ങളെയുണ്ട്. അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അമ്മയും മോളും ഒരുപോലാണ് മരിച്ചുപോയത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത്, 18 വർഷം നിങ്ങളെ സംരക്ഷിച്ചു, നിങ്ങളെ നോക്കി, 3 മക്കളുടെ അമ്മയാണ്. മക്കൾ കൂടെ ഉണ്ടല്ലോ? 2 പേരുണ്ട് കൂടെ. ഒരാള് മരണപ്പെട്ടുപോയി. 2 മക്കളുണ്ട്. ഇപ്പൊ 18 വർഷം ഞാൻ നല്ലപോലെ സമ്പാദിച്ച് ബാത്റൂം കൗരി അങ്ങനെയൊക്കെ ഒരുപാട് ജോലി ചെയ്ത് സ്നേഹിച്ചിട്ട് എന്താ ഇട്ടിട്ട് പോയെന്ന് ചോദിക്കുന്നു. ഒരിക്കലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അയാൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നേ ഞാൻ പറയത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല. നമ്മള് പൈസയുടെ ആവശ്യം വരുമ്പോൾ മറ്റുള്ള ആണുങ്ങളെ ഫോൺ ചെയ്ത് ഞാൻ വിളിച്ച് അവരോട് പൈസ ചോദിക്കണം. അതൊന്നും നമുക്ക് സഹിക്കുന്നതിന് അപ്പുറമായതിനു ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് വേണ്ട